ബാലുശ്ശേരിയിലെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഹണി മിഷൻ കർഷകനായ കെ.വി. ഭാസ്കരൻ പെരുവണ്ണാമൂഴിയിൽ നടത്തിയ തേനീച്ച കൃഷി വിളവെടുപ്പ് നടന്നു. 1.5 ഏക്കറിലാണ് ഈ കർഷകൻ തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. പെരുവണ്ണാമൂഴിയിൽ നടത്തിയ വിളവെടുപ്പ് ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു. ബാലുശ്ശേരിയിലെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഹണി മിഷൻ കർഷകനായ കെ.വി. ഭാസ്കരൻ പെരുവണ്ണാമൂഴിയിൽ നടത്തിയ തേനീച്ച കൃഷി വിളവെടുപ്പ് നടത്തി. 1.5 ഏക്കറിലാണ് ഈ കർഷകൻ തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. 100-ലധികം പെട്ടികളിലായി നടത്തിയ കൃഷി തുടർച്ചയായ 3-ാം വർഷമാണ് വിളവെടുപ്പ് നടത്തിയത്. ബാലുശ്ശേരിയിൽ ആവശ്യമായ സ്ഥലമില്ലാത്തതിനെ തുടർന്നാണ് പെരുവണ്ണാമൂഴിയിൽ സുഹൃത്തിന്റെ സ്ഥലം പാട്ടത്തിനെടുത്ത് തേനീച്ച കൃഷി നടത്തിയത്. പെരുവണ്ണാമൂഴിയിൽ നടത്തിയ വിളവെടുപ്പ് ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു. മാതൃകാ പ്രവർത്തനം അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ബാലുശ്ശേരി നടത്തും പോലെ തന്നെ ബാലുശ്ശേരിയെ ഞങ്ങളുടെ ഒരു നല്ല കർഷകൻ എന്നുള്ള രീതിയിലേക്ക് അത് വ്യാപിപ്പിക്കാൻ, അതിൻ്റെ പ്രദേശം തിരഞ്ഞെടുക്കാൻ, ഇത്തരത്തിലുള്ള പ്രദേശം ബാലുശ്ശേരി പ്രദേശത്ത് കൂടുതലായി കാണുകയില്ല. അപ്പോൾ അവിടെ അത് നന്നായി പരാഗണം നടത്തി മറ്റ് കൃഷിക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ ശ്രീ മണി എന്ന് പറഞ്ഞ ആളുടെ സ്ഥലത്ത് കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വലിയ കർമ്മത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ സപ്പോർട്ടും ബാലുശ്ശേരി കൃഷിഭവൻ്റെ പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ തന്നെ സഹകരണമൊക്കെ തന്നെ സഹായം എന്നുള്ള രീതിയിലേക്ക് സാമ്പത്തിക സഹായമൊന്നും വലിയ രീതിയിലൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിന് ഉള്ള സഹകരണം ഒക്കെ തന്നെ ഇപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന മനോജ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് ചെയ്യാൻ ഇതിൻ്റെ നേതൃത്വങ്ങൾ കൊടുക്കാൻ കൃഷി ഓഫീസറുണ്ട്. വളരെ നല്ല രീതിയിൽ ബാലുശ്ശേരി കൃഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൃഷി ഓഫീസറാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി ഇവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ശുദ്ധമായ തേന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടിയാണ് ഈ ഒരു ഉദ്ഘാടനമായിട്ട് ഞങ്ങളിത് നടത്താൻ വിചാരിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇവിടെയുള്ളൊരു പ്രദേശത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പം നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള വിനീത് എന്ന് പറഞ്ഞയാളുടെ പന്നി ഫാമുകളും ഇതൊക്കെ തന്നെ ഇത്തരം വലിയ കെ.വി. ഭാസ്കരൻ ആമുഖ ഭാഷണം നടത്തി. കൃഷി ഓഫീസർ ശുഭശ്രീ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈന രമേശൻകണ്ടി അധ്യക്ഷത വഹിച്ചു. സർവോദയം ട്രസ്റ്റ് ചെയർമാൻ കെ.പി. മനോജ് കുമാർ, കൃഷി അസിസ്റ്റന്റ് സതീശൻ, പി.പി. ചന്ദ്രൻ, ടി.എ. കൃഷ്ണൻ, വിനീത് പരുത്തിപ്പാറ, മണി പരുത്തിപ്പാറ, വാളയിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തേനീച്ച കൃഷി 2025 വിളവെടുപ്പ് നടക്കുകയാണ്. തേനീച്ചയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് തേനീച്ച. പ്രകൃതിയിലുള്ള നമ്മുടെ കാർഷിക വിളകൾ വർദ്ധിപ്പിക്കുന്നതിന് അതിന് വേണ്ട പോളിനേഷൻ നടത്തുന്നത് തേനീച്ചയും അതുപോലുള്ള ഷഡ്പദങ്ങളും അടങ്ങിയ ഒരു സമൂഹം തന്നെയാണ്. അതിൽ മുഖ്യ പങ്ക് തേനീച്ചയ്ക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാർഷിക മേഖലയിൽ നല്ല രീതിയിലുള്ള തേൻ കിട്ടുന്നത് നമ്മുടെ ഈ രീതിയിലുള്ള തേനീച്ച കൃഷിയിലൂടെ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രമാണ് തേനീച്ചയുടെ വിളവെടുപ്പ് നടത്താറുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഈ വർഷത്തെ 2025 വിളവെടുപ്പ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന്